എൻ്റെ പേര് ജേക്കബ്. ഞാൻ മരിച്ചുപോയ ഇലാസിൻ്റെ അനിയനാണ്. നിലവിലുള്ള വിവരങ്ങളനുസരിച്ചിട്ട് ഞാൻ ഞാൻ പറയുന്നത് തമിഴ്നാട് പോലീസിൻ്റെ അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ചേട്ടൻ ഒരു ട്രക്ക് നാമക്കൽ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ നാമക്കൽ എന്ന് പറയുന്ന ട്രക്ക് അതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ട്രക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിഡ്ജ് ടി വി ഇതെല്ലാമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ചായ കുടിക്കാൻ താഴ്ത്തിറങ്ങി പെട്ടെന്ന് ഒരു ബൈക്കിലൊരു സംഘത്തിയിട്ട് ഒരു സഡൻ അറ്റാക്ക്, ഒരു കത്തിക്ക് കുത്തി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 11-12 മണിയുടെ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റി ഒരു 2 മണിയോടുകൂടി പുറത്തേക്ക് വരും എന്നുള്ള ഒരു പിന്നെ അവിടെ നിന്നുള്ള ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ പ്രൊസീജിയറും കഴിച്ചിട്ട് രാത്രിയോടുകൂടി ഒരു 10 മണി 11 മണിയോടുകൂടി അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് പോലീസിൻ്റെ റിപ്പോർട്ട്. എന്തിനു വേണ്ടിയുള്ള അറ്റാക്കാണെന്ന് മനസ്സിലാക്കി. ഒരു അവിടെ ഇപ്പം നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറയുന്നത് അവിടെ റോബറി സംഘം സജീവമാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു ഉദ്ദേശം തന്നെയായിരിക്കണം. കാരണം വേറെ ഒരു ഉദ്ദേശം കാണുന്നില്ല. കാരണം ഒരാൾ പെട്ടെന്ന് ഒരു ഡ്രൈവർ ചായ കുടിക്കാൻ താഴ്ത്തേക്ക് ഇറങ്ങും, പെട്ടെന്ന് വന്നിട്ട് ഒരു അറ്റാക്ക്. അവിടെ സംസാരങ്ങളോ കാര്യങ്ങളും ഇല്ല. നിലവിൽ ക്യാമറ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു ഇതില്ല, ഒരു തർക്കത്തിനോ ഇതിനുള്ള. അപ്പോൾ ഇത് പണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നതാണ്. ഇല്ല, അത് ഇതുവരെയായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. ഇല്ല. നിയമപരമായിട്ട് ഇത് ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് അത് കണ്ടെത്തണം. സർക്കാരിൻ്റെ നിന്നായിട്ടുള്ള മറ്റേ ചാനൽ റിപ്പോർട്ടേഴ്സായിട്ടുള്ള എല്ലാവരും കയ്യിൽ നിന്നുള്ള ഒരു സഹായം നമുക്ക് വേണം എന്നുള്ളൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇപ്പം ഇനിയിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുക എന്നുള്ള നിയമപരമായിട്ടുള്ള സഹായം. ബോഡി കൊണ്ടുവരാനുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെത്ര സമയമെടുക്കും, പിന്നെ അവിടെ നിന്ന് റിലീസ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അല്ലല്ല, സെറ്റിൽഡ് അല്ല. ഇവിടുന്ന് പോയിട്ട് ഒരു മാസത്തിന് മേലെയായി. അപ്പോൾ ട്രക്കാണ്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ കർണാടകയിൽ നിന്ന്, ചിലപ്പോൾ തമിഴ്നാടിൽ നിന്ന്, ചിലപ്പോൾ ഗുജറാത്ത്, തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള